It's good to be here with you all this morning, and we thank and praise God for the time gathered here to remember the person of His Son. ഒരുമിച്ച് സഭയായിട്ട് കർത്താവിനെ ഓർക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെ ആരാധിക്കാനും ദൈവം നൽകിയ സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. As we gather to worship, I'd like to turn to Psalm 113. 113-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് തിരിയാം. I won't read the whole psalm for the sake of time, but I'd like to focus on one verse. You're more than welcome to read that psalm. It's very encouraging to read that as we gather to worship the Lord. Psalm 113, verse 5 and 6. 113-ാം സങ്കീർത്തനത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരും ആകാശത്തിലും ഭൂമിയിലുമുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. This is a psalm where the psalmist extols the majesty of God in creation and the wonders that he sees around him. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ തന്റെ ചുറ്റും കാണുന്ന അത്ഭുത പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ വലിയനായ ദൈവത്തിന്റെ മഹത്വത്തെ സങ്കീർത്തനക്കാരനോട് ഓർക്കുകയാണ്. This morning we sang of the hymn of the tune of "O Lord my God, when I look at in awesome wonder." ഇന്ന് രാവിലെ നാം പാടിയ പാട്ടും അതിന് സമാനമായ പാട്ടായിരുന്നല്ലോ. ദൈവത്തിന്റെ സൃഷ്ടികളെ നോക്കിക്കൊണ്ട് അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനം. And when he sees all of that for the nation of Israel, the psalmist is now telling that how amazing it is that God has beheld the nation of Israel. ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ രാഷ്ട്രത്തെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം എത്ര വലിയവൻ എന്ന് പറയുക. The psalmist says, "Who is like unto thee, O God, who dwelleth on high and beholdeth us?" അവിടെ വായിക്കുകയാണ്, ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ, അവൻ കുനിഞ്ഞു നോക്കുന്നു. He says he is so thankful that he has a God who humbleth to look down upon humankind. താഴ്ന്ന് കുനിഞ്ഞ് മനുഷ്യരെ നോക്കുന്ന കടാക്ഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ. This is the maximum that the psalmist could think of. He could think of nothing further than that. ഇതാണ് സങ്കീർത്തനക്കാരന് ഓർക്കുവാൻ കഴിയുന്ന കാര്യം. അതിനേക്കാൾ അപ്പുറമായിട്ട് തനിക്കൊന്നും ഓർക്കുവാനായിട്ട് സാധിക്കുന്നില്ല. For the psalmist at that time, that's all he could think, that how amazing this God that he looks down upon us. ഈ വലിയവനായ ദൈവം എത്ര വലിയവനാണ്, മഹത്വവാനാണ്, അവൻ നമ്മെ കുനിഞ്ഞു നോക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. But you see how joyous it is this morning when we come together to worship God, that we are able to look beyond what the psalmist has said. എന്നാൽ ഇന്ന് രാവിലെ നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ ദർശിച്ചതിനേക്കാൾ എത്രയോ ആഴമേറിയ ഒരു ദർശനം നമുക്ക് ദൈവമക്കൾ എന്നുള്ള രീതിയിൽ ലഭിച്ചിരിക്കുകയാണ്. We are not here coming to worship God because He has just beheld us, looked down to us, but we are here to worship God because He humbled Himself and became a man and dwelt amongst us. നമ്മെ കടാക്ഷിച്ച, നമ്മെ കുനിഞ്ഞു നോക്കിയ ആ ഒരു ദൈവത്തെ മാത്രമല്ല നാം ഓർക്കുന്നത്. തന്റെ ആ ദൈവരൂപത്തിൽ ഇരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ നമുക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു. The Apostle Paul says in Philippians chapter 2 verse 8, "And being found in the fashion of a man, he humbled himself and became obedient unto death, even the death of the cross." നാം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ അവൻ മനുഷ്യ സാദൃശ്യത്തിലായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ അനുസരണമുള്ളവനായി തീർന്നു. This morning may we truly rejoice that we come to worship God who is not just beholding things upon the earth, but He is a God who has manifested Himself in the form of flesh and blood, who humbled Himself to the point of death, even the death on the cross. ഉന്നതത്തിൽ നിന്ന് നമ്മെ കടാക്ഷിക്കുന്ന, കുനിഞ്ഞു നോക്കുന്ന ഒരു ദൈവത്തെ മാത്രമല്ല ഇന്ന് രാവിലെ നാം ഓർക്കുന്നത്. നമുക്ക് വേണ്ടി ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ആ കർത്താവിനെയാണ് ഇന്ന് രാവിലെ. How much more for us this morning to humble ourselves before this great God and lift unto His name praise and glory that is due unto His holy name. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി താഴ്ത്തി ഈ വലിയനായ ദൈവത്തെ നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. May God's name be glorified. നാം വാഴ്ത്തപ്പെടുന്നു.